ഒരാൾക്ക് പല്ല് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ പല്ല് വെക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഊരിയെടുക്കുന്ന ടൈപ്പ് പല്ല് വെക്കാം, ഫിക്സഡ് ആയിട്ട് തന്നെ തൊട്ട് അടുത്ത രണ്ട് പല്ലിനെ സപ്പോർട്ട് ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ താഴോട്ട് നമുക്ക് ഇംപ്ലാന്റ് സ്ക്രൂ ചെയ്തിട്ട് ഇറക്കി വെക്കുന്നത്. അപ്പൊ ഈ ഇംപ്ലാന്റ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള രീതി. പക്ഷെ ഇംപ്ലാന്റ് വെക്കണ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറെ കൺസേൺസ് ഉണ്ടാവും. അപ്പോ അതിങ്ങനെ കീറിയിട്ട് അതിന്റെ അകത്ത് വെക്കണം, അത് കീറി മുറിക്കുക എന്നുള്ളത് ഒരു വലിയൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇങ്ങനെയൊക്കെയുള്ള കുറെ കൺസേൺസ് പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണോണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്രയും ഭയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ഗൈഡഡ് ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഗൈഡഡ് ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മള് ആ പേഷ്യന്റ് എവിടെയാണോ പല്ല് വെക്കാനുള്ളത് ആ വെക്കാനുള്ള സ്പേസിനെ നമ്മൾ ഒരു അളവെടുത്തിട്ട് ലാബിൽ അയച്ചിട്ട് നമ്മളൊരു ഗൈഡ് പോലെ ഉണ്ടാക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് ഇവിടെയാണ് ഈ പറഞ്ഞ 3 ഏരിയയിലാണ് പല്ല് വെക്കാനുള്ളത്. ഇവിടെ ഒരു പല്ല് വെക്കണം, ഇങ്ങനെ ഈ 3 സ്പേസിൽ. അപ്പോ ഇവിടെ പല്ല് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതേപോലൊരു ഗൈഡ് ഉണ്ടാക്കും. ഈ ഗൈഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ഹോള് കാണാം. ഇങ്ങനെ 3 ഹോൾസ് ഉണ്ട്. ഈ 3 ഹോളിലേക്ക് കറക്റ്റ് ആയിട്ട് ഡ്രില്ല് ചെയ്തിട്ട് ഇറക്കി വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഫ്ലാപ്പ്, റിട്രാക്ട് ഫ്ലാപ്പ് എന്ന് പറയുമ്പോൾ ഈ ഊനെല്ലാം നമ്മൾ തുറന്നിട്ട് അതിന്റെ മോണൊക്കെ കീറിയിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആയിട്ട് അതിൽ ഡയറക്റ്റ് ഡ്രില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൂണ്ട് പെട്ടെന്ന് ഹീലാവും. പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കംഫർട്ട് ആയിരിക്കും. ഒരു 1 hour എടുക്കുന്ന പ്രൊസീജിയർ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു 15 minutes കൊണ്ട് തന്നെ നമുക്ക് ഈ ചെയർ ടൈം നമുക്ക് ഇവിടുന്ന് തീർക്കാം. അപ്പോ ഈ പേഷ്യന്റ് നമ്മൾ ഇംപ്ലാന്റ് ഇടുന്നതിന് മുമ്പത്തെ ഫോട്ടോ ഇങ്ങനെയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാവും നമ്മൾ ആഫ്റ്റർ. എവിടെയാണോ എക്സാക്ട്ലി ഇംപ്ലാന്റ് നിൽക്കേണ്ടത് അവിടെ മാത്രമേ വൂണ്ട് ഉണ്ടാവുള്ളൂ. വേറെ എവിടെയും ആ പേഷ്യന്റെ വായിലും മുറിവുണ്ടാവും. അപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ 3 ഇംപ്ലാന്റ് വെക്കേണ്ട സ്ഥലം ഇങ്ങനെയാണ് എക്സ്റേയിൽ ഉണ്ടാവുക. ഇത് എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പിക്കാണ്. അപ്പോൾ ഇതാണ് അതിന് ശേഷമുള്ള എക്സ്റേ. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന് പ്രധാനമായിട്ടും ഇതില് പ്രിസൈസ്ലി ആയിരിക്കും നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എവിടെയാണോ ഇംപ്ലാന്റ് വെക്കേണ്ടത് ആ കറക്റ്റ് ആയിട്ടുള്ള ഹോളിലേക്ക് ഇത് വന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലോങ്ങിറ്റ്യൂഡ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത് ഒരുപാട് കാലം, അതായത് സാധാ ഇംപ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് പേഷ്യന്റിനോട് പറയാൻ പറ്റും. ഇറ്റ് വിൽ ലാസ്റ്റ് എന്നുള്ളത് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയും. അപ്പം ഇങ്ങനെ ഇംപ്ലാന്റ് വെക്കുക എന്നുള്ളത് ഒരു പേഷ്യന്റിന്റെ ഇംപ്ലാന്റ് വെക്കുന്നതിനോടുള്ള ഒരു ഭയം നമുക്കൊരു പരിധി വരേക്കും കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.